ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒരു പ്രായോഗിക നിർദ്ദേശം ജൂലൈ 3 കുറിച്ച്. ആദ്യമേ പറയട്ടെ, അധികാരസ്ഥാനം എപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. സഭാ നേതൃത്വവും കുറ്റകൃത്യങ്ങൾ ഇനിയും തുടരുകയും ചെയ്യും. അവരുടെ ചട്ടുകമായി മാറുന്ന മാധ്യമങ്ങളും മാധ്യമ കമ്മീഷനുമെല്ലാം അതിനെ ന്യായവൽക്കരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഇവയ്ക്കെതിരെ ഒറ്റയാൾ പട്ടാളമെങ്കിൽ അങ്ങനെ, ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ പൊരുതുക. ഞാൻ തോറ്റു പിന്മാറില്ല, നിങ്ങളും തോറ്റു പിന്മാറില്ല. ഇല്ല, നാം തോറ്റു പോയിട്ടില്ല, തോറ്റു പോകുകയുമില്ല. തോരാ മഴയിലും തീ വെയിലിലും നാം കുലുങ്ങാതെ പോരാടും. പോരാട്ടം തുടരണം. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ വീഡിയോയെ നിങ്ങൾ കാണാനും വിലയിരുത്താനും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു 2 നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ്. പ്രായോഗികമായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്ന 2 നിർദ്ദേശങ്ങൾ. ആദ്യമേ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഓരോ ഗ്രൂപ്പിനും അവരുടെ നേതാക്കന്മാർ തീരുമാനമെടുക്കാനായിട്ട് ഒരു പ്രായോഗിക നിർദ്ദേശമാണ് ഞാൻ വയ്ക്കുന്നത്. പക്ഷെ ഓരോ ഗ്രൂപ്പിനും അവരുടെ നേതാക്കന്മാരുണ്ട്, അംഗങ്ങളുണ്ട്. ഇതൊരു നിർദ്ദേശമാണ് ഞാൻ നൽകുന്നത്. അവരാലോചിച്ചിട്ട് വേണം അത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുമോ ഇല്ലയോ. ഗ്രൗണ്ടിൽ നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അന്ധമായി കേൾക്കണ്ട. അതേസമയം ഒരു നിർദ്ദേശമായിട്ട് തുറന്ന ഹൃദയത്തോടെ കേൾക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിലെ നേതാക്കന്മാർ പറയുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത്, യുക്തമായി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് ആ സമയത്ത് ഏകീകൃത കുർബാന അർപ്പിച്ചാൽ അതിൽ സത്യവിശ്വാസികൾ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. നിരവധി അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഓരോരുത്തരും ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങൾ, നേതാക്കന്മാരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ അതിലൊരു മാറ്റവുമില്ല. അതിൽ തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായോഗിക നിർദ്ദേശം മാത്രമാണ് ഞാൻ പറയുന്നത്. രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ്: ഏകീകൃത കുർബാനയ്ക്ക് പള്ളിയകം നിറയാൻ പറ്റുന്ന തരത്തിൽ വിശ്വാസികൾക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിൽ അങ്ങനെ ചെയ്യണം. ഏകീകൃത കുർബാനയ്ക്ക് പള്ളിയകം നിറയാൻ പറ്റുന്ന തരത്തിൽ സത്യവിശ്വാസികൾക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്, ചില ഇടവകളുണ്ട്. അവിടെ അങ്ങനെ ചെയ്യണം. അതായത് ഏകീകൃത കുർബാനയിൽ നിന്ന് വിട്ടു നിൽക്കരുത്. അത് വിമതരെ സഹായിക്കലാകും. വിശ്വാസികളുടെ ശരിയായ ദാഹം സഭാധികാരികൾ മനസ്സിലാക്കുന്ന തരത്തിൽ എല്ലാവരും ഏകീകൃത കുർബാന സംബന്ധിക്കണം. അങ്ങനെ പോകാൻ പറ്റുന്ന ഇടങ്ങളിലല്ല. ഇത് നമ്മൾ പോരാടി എടുത്തതാണ്. ഒരിക്കലും സിനഡ് കുർബാന അർപ്പിക്കുകയില്ലെന്നും ഇത് കൽദായവൽക്കരണമാണെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് നടപ്പാക്കിയതാണെന്നും വീമ്പടിച്ചവരുടെ ഗർവെല്ലാം പോയിരിക്കുന്നു. അവരെ കൊമ്പെല്ലാം ഒടിഞ്ഞു. ഇല്ലേ, ചത്താലും കുർബാന അർപ്പിക്കില്ല എന്ന് പറഞ്ഞ ആ വികാരിയച്ചന്മാരുടെ മുൻപിൽ നെഞ്ചു വിരിച്ച് നിന്ന് നമ്മൾ ഏകീകൃത കുർബാനയിൽ സംബന്ധിക്കണം. കുർബാന അർപ്പിക്കാൻ വരുന്ന വിമത വൈദികരിൽ ചിലരും പറഞ്ഞിട്ടുണ്ട്, ചത്താലും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താലും ഏകീകൃത കുർബാന അർപ്പിക്കുകയില്ലെന്ന്. മധുബഹയിൽ വെച്ച് സത്യം പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവരുണ്ട്. അവരുടെ മുമ്പിൽ നെഞ്ച് വിരിച്ച് നിന്ന്, കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ, പക്ഷേ ഇവരുടെ മുമ്പിൽ നെഞ്ച് വിരിച്ച് നിന്ന് ഈ ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കണം. അത് നട്ടുച്ചയ്ക്കായാലും ഏത് പാതിരാത്രിയിലായാലും ചെയ്യണം. ഇനി വിമത വൈദികർ ചിലപ്പം വന്ന് കുർബാന അർപ്പിക്കില്ല. അവർ അതിനുള്ള മടി കാരണം അല്ലെങ്കിൽ ആ ജാള്യത കാരണം ഏതെങ്കിലും ആശ്രമത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസ വൈദികരെ കൊണ്ടുവന്ന് കുർബാന അർപ്പിക്കുമായിരിക്കാം ഏകീകൃത കുർബാന. അപ്പോഴും ഈ വികാരിയച്ഛൻ്റെ അനുമതിയില്ലാതെ അവർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോഴും മുട്ടുകുത്തിയിരിക്കുന്ന ആരാണ്? ഈ വിമത വൈദികൻ വികാരിയാണ്. അതിനാൽ നമ്മുടെ സാന്നിധ്യം അവർക്ക് അലോസരം സൃഷ്ടിക്കും. നീതിമാന്റെ സാന്നിധ്യം ദുഷ്ടന് അലോസരം സൃഷ്ടിക്കും. അതാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, ഇന്നലെ ആരോ ഒരു കുറിപ്പിട്ടതുപോലെ ഈ മാറ്റി നിർത്തപ്പെട്ടവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു അപ്പക്കഷ്ണം പോലെയാണ് ഇത് കിട്ടുന്നത്. അതായത് വിമത വൈദികർ അവരുടെ തോന്നിയാസം അനുസരിച്ച് അവരുടെ അഹന്തയിൽ ഈ സത്യവിശ്വാസികൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു അപ്പക്കഷ്ണം പോലെയാണ് ഏകീകൃത കുർബാന. അപ്പോൾ കാനാന്യക്കാരി സ്ത്രീ പറഞ്ഞ വാക്കുകളാണ് ഒരാൾ കുറിച്ചത്. കർത്താവേ,
നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ആ കാനാൻകാരുടെ വിശ്വാസത്തിന് മുമ്പിൽ കർത്താവാണ് മുട്ടമടക്കിയത്. നിന്റെ വിശ്വാസം വലുതാണ് എന്ന് ഈശോ അവളെ പ്രശംസിച്ചു. അതിനു മുമ്പ് പലപ്പോഴും ഈശോ വിസമ്മതിച്ചതാണ് അവൾക്കൊരു അനുഗ്രഹം കൊടുക്കാൻ. പക്ഷെ അവൾ പിടിവിട്ടില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ കർത്താവ് അവളെ പ്രശംസിച്ചു, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്പക്കഷ്ണം പലവരും ഇട്ടെറിഞ്ഞ് തരികയാണെങ്കിലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് വീണ ആ അപ്പക്കഷ്ണം അത് നമുക്ക് കർത്താവാണ്. അത് അങ്ങനെ സംഭവിക്കട്ടെ. അതിനാൽ ഈ ഏത് സമയത്ത് ഏകീകൃത കുർബാന അർപ്പിച്ചാലും കൂട്ടമായി വന്ന് അങ്ങനെ പറ്റുന്ന ഇടങ്ങളിൽ പള്ളി നിറയെ ആളുകൾ വരുന്ന തരത്തിൽ ഏകീകൃത കുർബാനയിൽ സംബന്ധിക്കുക. ഇതാണ് ഒരു നിർദ്ദേശം. എന്നാൽ ഇതെല്ലാ ഇടവകളിലും എല്ലാ സ്ഥലങ്ങളിലും പറ്റണമെന്നില്ല. അതിനുള്ള സംവിധാനങ്ങളോ അതിനുള്ള ഓർഗനൈസേഷനോ മൊബിലൈസേഷനോ ഒന്നും അവിടെ ഇല്ല. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ പള്ളിയകം നിറയുന്ന തരത്തിലോ കൂട്ടമായോ പങ്കെടുക്കാൻ സാധിക്കാത്ത ഇടങ്ങളിൽ അവിടെ മറ്റൊരു നിർദ്ദേശമാണ്. അതായത് അത്രയധികം സത്യവിശ്വാസികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഇടങ്ങളോ ആണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് വികാരിച്ചവരെ കാണുക. വികാരിച്ചവരെ കണ്ടിട്ട് 5 പേരെങ്കിൽ 5 പേര്, 10 പേരെങ്കിൽ 10 പേര്, എന്നിട്ട് വികാരിമാരെ കണ്ടിട്ട് ശക്തമായി ഉന്നയിക്കുക, ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന കിട്ടണം. ഞങ്ങൾക്ക് ഷെഡ്യൂൾഡ് സമയത്ത് സഭയുടെ കുർബാന വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജനാഭിമുഖ കുർബാന വേണമെങ്കിൽ ആ സമയത്തോ മറ്റേതൊരു സമയത്ത് ചെയ്തോ. ഞങ്ങൾ സത്യവിശ്വാസികൾക്ക് സഭയുടെ കുർബാന വേണം. സഭയുടെ കുർബാന ആണ് ഏകീകൃത കുർബാന. മറ്റത് ഒരു തോന്നിയാസ കുർബാനയാണ്, ഞങ്ങൾക്കത് കഴിയില്ല എന്ന് ശക്തമായി നമ്മൾ ഉന്നയിക്കണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട തിരുവചനം ലൂക്കാസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. കർത്താവ് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും ആ വചനം ഞാൻ വായിക്കാം. അത് നമുക്ക് വളരെ ശക്തി നൽകുന്ന തിരുവചനമാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമാക്കാൻ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല. പിന്നെ അവൻ ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ എന്നെ മുഖത്തടിക്കും. ഇതാണ് എൻ്റെ തർജ്ജമയാണിത്. ലൂക്കാസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നമുക്കിതൊന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്കൊന്ന് പ്രയോഗിച്ചിട്ട് ഞാൻ വീണ്ടും വായിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുകയോ സഭാധികാരികളെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു വിമത വൈദികൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. പിന്നെ അക്കാലത്താണെങ്കിൽ ഇല്ലേ, ആരും നോക്കാനില്ലാത്ത അവസ്ഥ, ദരിദ്രരുടെ പ്രതീകമാണ് വിധവ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സത്യവിശ്വാസികൾ ഈ വിമത വൈദികന്റെ അടുക്കൽ ചെന്ന് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് വിമത വൈദികൻ അത് ഗവനിച്ചില്ല. പിന്നെ അവൻ ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മാർപ്പാപ്പയെ അനുസരിക്കുകയോ മെത്രാൻ സെനഡിനെ അനുസരിക്കുകയോ ചെയ്യുന്നവനല്ല, മനുഷ്യരെ മാനിക്കുന്നവനേ അല്ല. എങ്കിലും ഇവരെന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കും, ഇല്ലെങ്കിൽ അവരെന്നെ മുഖത്തടിക്കും. അപ്പം നമ്മൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നമ്മൾ ഈ വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഈ വിധവ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് പോലെ നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മടുത്തു പോകാതെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കണം എന്നാണ് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മൾ പറയണേ. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്. പക്ഷെ അതേസമയം എല്ലാ പോരാട്ടത്തെക്കുറിച്ചും ഇത് സത്യമാണ്. അതിനാൽ നമ്മൾ മനസ്സ് മടുക്കാതെ പോരാടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം ആഴ്ചയിൽ ഒരു ഏകീകൃത കുർബാനയല്ല, അത് വളരെ വ്യക്തമാണ്. എല്ലാ കുർബാനയും സുറിയാനി കത്തോലിക്ക സഭയുടെ കുർബാന തന്നെ വേണം. എല്ലാ കുർബാനയും സുറിയാനി കത്തോലിക്ക സഭയുടെ കുർബാന, അതായത് ഇപ്പോൾ നമ്മൾ ഏകീകൃത കുർബാന എന്ന് പറയുന്ന സിനഡ് കുർബാന. ഏകം സഭ എന്ന സ്വതന്ത്ര സഭയുടെ ജനാഭിമുഖ കുർബാന നമുക്ക് വേണ്ട. കത്തോലിക്ക സഭയുടെ കുർബാന മതി, ഏകം സഭയുടെ കുർബാന നമുക്ക് വേണ്ട. അത് സ്വീകാര്യമല്ല. ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടെ പടപൊരുതുക. ഒരേ സ്വരമാണ് നമുക്ക്, ഒരേ മനമാണ്, ഒരേ സഭ, ഒരേ കുർബാന. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എനിക്കൊരു 3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ പോരാട്ടത്തിലുള്ളവരോട് ആദ്യത്തെ വാക്ക്. നാം ദേശീയ ചരിത്രം പഠിക്കുമ്പോൾ മഹാന്മാരുടെ പേരുകൾ കേൾക്കും. എത്രയോ മഹാന്മാർ
പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയവരൊക്കെ നമ്മളിങ്ങനെ മഹാന്മാരുടെ പേരുകൾ കേൾക്കും. സഭാചരിത്രം പഠിക്കുമ്പോഴും നമ്മൾ മഹാന്മാരുടെ പേരുകൾ കേൾക്കും, സഭാപിതാക്കന്മാരുടെ പേരുകൾ കേൾക്കും, വിശുദ്ധരുടെ പേരുകൾ കേൾക്കും. ശീഷ്മയ്ക്കെതിരെ പൊരുതിയവർ, പാഷാണ്ഡത എന്ന വേദ വിപരീതത്തിനെതിരെ പൊരുതിയവർ, അവരിൽ പലരും മിക്കവരും വിശുദ്ധരാണ്. ആ വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രം പിന്നീട് പഠിക്കുന്ന അടുത്ത തലമുറ നിങ്ങളുടെ പേരുകൾ, നിങ്ങൾ ചെയ്ത ഈ പോരാട്ടം അത് പഠിക്കും, അതവർക്ക് പ്രചോദനം നൽകും. അപ്പോൾ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യ സമരം, ദേശീയ സ്വാതന്ത്ര്യ സമരം പോലെ, സഭയുടെ വിമോചന സമരം പോലെ, അല്ലെങ്കിൽ കൂനം കുരിശ് സത്യം പോലെയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ മുൻപോട്ട് തന്നെ പോവുക. എനിക്കറിയാം ഇത് കേൾക്കുന്ന ഈ സമര രംഗത്തുള്ള ആരും തന്നെ മനസ്സുമെടുത്ത് പോയിട്ടില്ല. എല്ലാവരും അവർക്ക് കഴിയുന്ന തരത്തിലൊക്കെ രംഗത്തുണ്ട്. ആരും തന്നെ ഉപേക്ഷിച്ച് പോയിട്ടില്ല. അതൊരു വലിയ സന്ദേശമാണ്. ഇനിയും മുന്നോട്ട് പോവുക. ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബക്കാരോട്, ചിലപ്പം അപ്പനായിരിക്കാം, ചിലപ്പോൾ സഹോദരനായിരിക്കാം, ഭർത്താവായിരിക്കാം, മകനായിരിക്കാം, അങ്ങനെ പലരും പോരാട്ടത്തിലുണ്ട്, കുടുംബക്കാരുണ്ട്. ആ കുടുംബക്കാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കുക. അവർ പലപ്പോഴും വീട്ടിലേക്ക് എത്താൻ വൈകുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. കാരണം 24 മണിക്കൂർ സഭയുടെ കാര്യത്തിലാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോലും നേരം കിട്ടാതെ പോകുന്നു എന്ന പരാതിയൊക്കെ ഉണ്ടാകാം. എങ്കിലും വളരെ വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ഭർത്താവോ അപ്പനോ സഹോദരനോ ഒക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിപൂർണ്ണ പിന്തുണ നിങ്ങൾ കൊടുക്കുന്നത് അവർക്ക് വലിയ ബലമായിരിക്കും. കർത്താവ് അവരുടെ കൂടെയുണ്ട്, കർത്താവിൻ്റെ പിന്തുണയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ട്. നിങ്ങൾ കുടുംബക്കാരുടെ സ്നേഹവും പിന്തുണയും കൂടി ഉണ്ടായാൽ അത് വളരെ ഗംഭീരമായിരിക്കും. പിന്നെ പലരും എനിക്ക് 75 വയസ്സാണ്, എനിക്ക് 80 വയസ്സാണ്, എനിക്ക് 82 വയസ്സാണ്, ഞാൻ ഈ പ്രായത്തിലും ഇപ്പോഴും സമരരംഗത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ പ്രചോദനമാണ്. അതേസമയം അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. മക്കബാരുടെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ എലയാസറിന്റെ കഥ, നിങ്ങൾക്കറിയാവുന്ന കഥയാണ്, എങ്കിലും അതൊന്ന് വായിക്കണമെന്ന് എനിക്ക് തോന്നി. അത് വളരെ പ്രചോദനം നൽകുന്നൊരു കഥയാണ്. നിങ്ങൾക്ക് 70 വയസ്സോ 60 വയസ്സോ 80 വയസ്സോ 85 വയസ്സോ 90 വയസ്സോ എത്രയാകട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന, നിങ്ങളുടെ ജീവിതം തന്നെ പ്രചോദനമാണ്, അത് കൂടുതൽ പ്രചോദനം നൽകുന്ന, നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഈ എലയാസറിന്റെ കഥ ഞാനൊന്ന് വായിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ ബൈബിളിൽ നിന്ന് അങ്ങനെ തന്നെ വായിക്കുകയാണ്. ഉന്നതസ്ഥാനീയരായ നിയമജ്ഞരിൽ ഒരുവനും വയോധികനും കുലീനത്വമുള്ളവനുമായ എലയാസർ പന്നിമാംസം തിന്നാനായി വായ് തുറക്കാൻ നിർബന്ധിതനായി. നമുക്കിപ്പോൾ അത് പറയാം. ഈ ജനാഭിമുഖ കുർബാന എന്ന ഇല്ലിസിറ്റ് കുർബാന ഇല്ലേ, കാണാൻ നിർബന്ധിതനായി എന്ന് നമുക്ക് പരാവർത്തനം ചെയ്യാം. അവമാനിതമായ ജീവിതത്തെക്കാൾ അഭിമാനത്തോടെയുള്ള മരണം സ്വാഗതം ചെയ്ത അവൻ സ്വമേധയ പീഡനയന്ത്രത്തെ സമീപിച്ചു. അവൻ അത് തുപ്പിക്കളഞ്ഞു. ജീവനോട് സ്നേഹമുള്ളപ്പോൾ തന്നെ നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഈ രീതിയിലാണ് ചരിക്കേണ്ടത്. നിയമാനുസൃതമല്ലാത്ത ആ ബലിഭക്ഷണത്തിന്റെ സംഘാടകർ അവനോടുള്ള മുൻകാല പരിചയം മൂലം അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജ്ഞാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിലെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായി മാറ്റി നിർത്തി ഉപദേശിച്ചു. പന്നിമാംസത്തിന് പകരം കഴിക്കാൻ കൊള്ളാവുന്ന മാംസം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് പന്നിമാംസമാണ്, രാജാവിന് തോന്നിക്കുന്ന തരത്തിൽ ഭക്ഷിച്ചോ. അവൻ്റെ കൂട്ടുകാരന്മാർ പറയുന്നതാണ്. ഈ നമുക്ക് ഏകീകൃത കുർബാനയിൽ വേണ്ട, ജനാഭിമുഖം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതരത്തിൽ പ്രലോഭനങ്ങളുണ്ടല്ലോ. അവർ അങ്ങനെ ചെയ്തത് അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കേണ്ടതിനുമാണ്. സുഹൃത്തുക്കൾ ചെയ്തത് അങ്ങനെയാണ്. കുലീനമായി തീരുമാനം എടുത്തുകൊണ്ട് അവൻ തന്റെ പക്വതയ്ക്കും വാർദ്ധക്യത്തിന്റെ ആധികാരികതയ്ക്കും ആർജിച്ചെടുത്ത മഹത്വമാർന്ന നരയ്ക്കും ബാല്യം മുതലുള്ള ഉത്തമ ജീവിതത്തിനും അതിലുപരി വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിനും യോജിച്ച വിധത്തിൽ സ്വയം തെളിയിച്ചു. തന്നെ പാതാളത്തിലേക്ക് ഉടൻ അയക്കാൻ അവൻ ആവശ്യപ്പെട്ടു. അഭിനയിക്കുക എന്നത് നമ്മുടെ പ്രായത്തിന് ചേർന്നതല്ല. അങ്ങനെയായാൽ എലയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാരിൽ പലരും വിചാരിക്കും. പന്നിമാംസം അല്ല കൊണ്ടുവന്നിരിക്കുന്നത്, എലയാസർ കഴിക്കാൻ പറ്റുന്ന മാംസമാണ്. കൂട്ടുകാരന്മാര്, അതായത് മരണശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പന്നിമാംസം കഴിക്കുന്ന പോലെ കഴിക്കാൻ അനുവാദമുള്ള മാംസം ഭക്ഷിക്കുക. ഇതാണ് എലയാസറിനോട് കൂട്ടുകാരന്മാർ പറഞ്ഞത്. അപ്പോൾ എലയാസർ മറുപടി പറയാണ്, അഭിനയിക്കുക എന്നത് നമ്മുടെ പ്രായത്തിന് ചേർന്നതല്ല. അങ്ങനെയായാൽ എലയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാരിൽ പലരും വിചാരിക്കും. നമ്മൾ ഈ ഇല്ലിസിറ്റായ ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്താൽ ചെറുപ്പക്കാർക്ക് അത് തെറ്റായ മാതൃകയാണ്. ഈ 90-ാം വയസ്സിൽ അപ്പൻ
മനസ്സ് മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ പ്രായത്തിന് ചേർന്നതല്ല. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടിയുള്ള എൻ്റെ അഭിനയത്താൽ ഞാൻ മൂലം അവർ വഴി തെറ്റിക്കപ്പെടുകയും എൻ്റെ വാർദ്ധക്യം ഞാൻ പങ്കിലവും അപമാനിതവും ആക്കുകയും ചെയ്യും. തൽക്കാലത്തേക്ക് മനുഷ്യരുടെ ശിക്ഷയിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെടുമെങ്കിലും ജീവിച്ചാലും മരിച്ചാലും സർവശക്തന്റെ കരങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനാൽ പൗരുഷത്തോടെ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് വഴി എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് ഞാൻ തെളിയിക്കും. സംപൂജ്യവും വിശുദ്ധവുമായ നിയമങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് സ്വമനസ്സോടെയും കുലീനമായും മരണം വരിക്കേണ്ടതെന്നതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉടനെ തന്നെ പീഡനയന്ത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. കുറച്ചുകൂടി എൻ്റെ കഥയുടെ ഭാഗം, പക്ഷെ ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് സന്ദേശം കിട്ടി. നിങ്ങൾ പ്രായമായവർ ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പടവരുന്നുമ്പോൾ നിങ്ങളുടെ മുടി നരച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മുടി വളരെ നേരത്തെ നരച്ചു പോയി. ഞാൻ ആ ബൈബിൾ വിജ്ഞാനകോശം എഴുതുന്ന കാലത്ത് തന്നെ നരയ്ക്കാൻ തുടങ്ങി. അത്രമാത്രം ടെൻഷനൊന്നുമല്ല, ഉറക്കം ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല, എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുകയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ ഈ നര വന്നു കഴിഞ്ഞു. ഞാൻ പിന്നെ അത് ഒരിക്കലും അത് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, അത് വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ കഴിയില്ല. പിന്നെ നമ്മൾ കറുപ്പിക്കാനും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ നരയ്ക്ക് ചേരുന്ന തരത്തിൽ, പ്രായത്തിൻ്റെ പക്വതയ്ക്ക് ചേരുന്ന തരത്തിൽ, യുവാക്കൾക്ക് യാതൊരു തരത്തിലും ഒരു തെറ്റായ മാതൃക നൽകാത്ത തരത്തിൽ നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയനുസരിച്ച് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക. അങ്ങനെ കർത്താവിന് വേണ്ടി മരിച്ചു വീഴുന്നെങ്കിൽ അതാണ് രക്തസാക്ഷിത്വം, വിശുദ്ധിയിലേക്കുള്ള പാത. അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.